ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഹൃദയവും മനസ്സും വയറും ഒക്കെ നിറയ്ക്കാൻ പോവുകയാണേ. ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന കടയിലേക്ക് കയറാനാണ് കേട്ടോ ഞങ്ങളിത് വണ്ടിയൊക്കെ തിരിച്ച് പോകുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ട്, കടയിൽ കയറുന്നതിന് മുമ്പായിട്ട് നമ്മുടെ കുട്ടന്മാരുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഓടിപ്പോയി സബ്സ്ക്രൈബ് ചെയ്തിട്ട് വരാം കേട്ടോ. തൊട്ടപ്പുറത്തെ ബെല്ലൈക്കണം കൂടെ അമർത്തി കഴിഞ്ഞാൽ ഞങ്ങളുടെ തുടർന്നുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. ഞാനിവിടെ നിന്ന് ഷോയും കാര്യങ്ങളൊക്കെ കഴിക്കുന്നത് വേറൊന്നും കൊണ്ടല്ലേ, എൻ്റെ ഡിസിഷനാണ് ഇന്ന് നടന്നത്. എപ്പോഴും നമ്മൾ പുറത്ത് പോകുമ്പോൾ നോൺ വെജ്. അപ്പോൾ ഡാഡി എടുത്ത് പറഞ്ഞ് നമുക്കൊന്നൊരു മാറ്റിപ്പിടുത്താം. പക്ഷേ ഡാഡിക്ക് ഒരു മാറ്റിപ്പിടുത്തത്തിനൊരു തയ്യാറുണ്ടായില്ല. പക്ഷേ എന്തായാലും ഒരു കമ്പനിക്ക് വേണ്ടിയിട്ട് ഡാഡി ഇരുന്നാണേ ഞങ്ങൾ എന്തായാലും ഒരു വെജ് ഹോട്ടലിൽ കയറിയിട്ട് ഞങ്ങളൊരു ഊണ് കഴിക്കാൻ പോവാണ് കേട്ടോ. എപ്പോഴും ഞങ്ങൾ പുറത്തേക്ക് പോകുമ്പോൾ നോൺ വെജാണ്. ഡാഡി ഇവിടുന്ന് മോരൊഴിച്ച് കുടിക്കുന്നതാണേ. മോരും തൈരും സാമ്പാറൊക്കെയാണ് കേട്ടോ ഇരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ നോർമൽ ഒരു ഊണ് കഴിക്കാൻ വേണ്ടി കയറിയതാണ്. അപ്പോൾ ഡാഡി ഓണമൊക്കെ അല്ലേന്ന് ഓർത്തിട്ട് അങ്ങോട്ട് വിഭവസമൃദ്ധമായ ഒരു ഊണ്, ഒത്തിരി ഇല്ലെങ്കിലും ഞാനൊന്ന് പൊലിപ്പിച്ച് പറഞ്ഞതാണെങ്കിലും ഒരു സ്പെഷ്യൽ ഊണ് നമ്മൾ കഴിക്കാൻ പോകുന്നതാണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഞാൻ വീണ്ടും പറയുകയാണ്, നമ്മുടെ കുട്ടന്മാരുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഇങ്ങനെ പോസ്റ്റ് അടിച്ചിരിക്കുന്നത് വേറൊന്നും കൊണ്ടല്ല, ഞങ്ങളിത് ഇതിന് വേണ്ടിയിട്ട് മാത്രം വന്നതല്ല കേട്ടോ. ഞങ്ങൾ വേറൊരു സ്ഥലത്തേക്ക് പോയപ്പോഴേക്കും അത് ലാസ്റ്റ് കാണിക്കാം കേട്ടോ എവിടെയാണ് പോയെന്ന്. അപ്പോൾ അവിടെ വന്നപ്പോഴേക്ക് 2 മണിക്കൂർ എന്തായാലും നമ്മൾ പോയ കാര്യത്തിൽ റിസൾട്ടും കാര്യങ്ങളൊക്കെ വെയിറ്റിംഗ് ആണ്. അപ്പോഴത്തേക്ക് ഞങ്ങൾ ഓർത്ത് വന്നാൽ നമ്മുടെ വയറ് വിശന്നിരിക്കുകയല്ലേ, നമുക്കൊരു ഊണ് കഴിച്ചാലോ എന്ന്. ഇതാണ് കേട്ടോ നമ്മൾ പറഞ്ഞ സ്പെഷ്യൽ ഊണ്. ഈ സ്പെഷ്യൽ ഊണെന്ന് പറയുന്നതും സാധാ ഊണ് 70 രൂപയാണ് കേട്ടോ. ഇത് നമ്മുടെ ഒരു വിജയലക്ഷ്മി ഭവൻ ആനവാതിൽ മട്ടാഞ്ചേരിയിലുള്ള സ്ഥലത്ത് ഒരു നിയറസ്റ്റ് തന്നെയുള്ളൊരു കടയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പ്രോപ്പർ ലൊക്കേഷനൊക്കെ വേണ്ടവർക്കാണെന്നാണെങ്കിൽ നമ്മുടെ ഡാഡി അടുത്ത് ചോദിച്ചിട്ട് ഞാൻ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തുകയാണെങ്കിൽ പറയാം കേട്ടോ. അപ്പോൾ ഡാഡി എനിക്ക് സ്നേഹപൂർവ്വം സാമ്പാറൊക്കെ ഒഴിച്ച് തരുന്നുണ്ട് കേട്ടോ, പപ്പടമൊക്കെ മാറ്റി വെച്ചിട്ട്. അപ്പോൾ ഇത് സ്പെഷ്യൽ ഊണാണ്. സ്പെഷ്യൽ ഊണെന്ന് പറയുന്നത് വാഴയിലയിൽ തരും, പിന്നെ ഒരു പായസം ഉണ്ടാവും, പിന്നെ പൈനാപ്പിൾ കിച്ചടി ഉണ്ടാവും കേട്ടോ. എനിക്ക് ഒത്തിരി ഇഷ്ടമായത് ഈ പൈനാപ്പിൾ കിച്ചടിയാണ്. എനിക്ക് ഇപ്പോൾ ഒരു നോൺ വെജ് കഴിക്കാനുള്ള മനസ്ഥിതിയേ ഉണ്ടായില്ല. ഒരു വെജ് കിട്ടിയെങ്കിൽ ആലോചിച്ചതേ ഉള്ളൂ. അപ്പോൾ തന്നെ നമുക്ക് വെജ് കഴിക്കാൻ കയറി. ഓണമൊക്കെ ആയതല്ലേ, എന്തായാലും നമ്മളിത് കഴിക്കാൻ അങ്ങോട്ട് പോവുകയാണല്ലോ. അപ്പോൾ അതിനൊരു ട്രയൽ നടത്തുകയാണ് ഡാഡി. സാമ്പാറല്ല കേട്ടോ, അത് പായസമാണേ. ഡാഡി വേഗം സ്പീഡിന് നല്ല വിശന്നിരുന്ന കാരണം വേഗം കഴിച്ചു. ഞാൻ നല്ല രീതിയിൽ അങ്ങോട്ട് ആസ്വദിച്ച് പപ്പടവും ഒരു തോരൻ ഉണ്ടായിരുന്നു, പൈനാപ്പിൾ കിച്ചടി ഉണ്ടായിരുന്നു, അച്ചാർ, 2 പപ്പടം, പിന്നെ എന്തായിരുന്നു, സാമ്പാർ, മോര്, പിന്നെ രസം. ഇതായിരുന്നു കേട്ടോ നോർമൽ ഒരു സദ്യ. ഒരു ചെറിയ കിണ്ണിയിലൊരു പായസവും തന്നായിരുന്നു. പായസം അടിപൊളിയായിരുന്നേ. ഡാഡി എന്നോട് പറഞ്ഞു, ഇറങ്ങിയപ്പോൾ നിനക്ക് ചോദിച്ചുകൂടായിരുന്നു, ഇത്തിരി കൂടി ഞാൻ വാങ്ങിച്ചു തന്നേനും. പക്ഷേ അതെനിക്കറിയില്ലായിരുന്നു കേട്ടോ, അല്ലെങ്കിൽ ഞാൻ സത്യത്തിൽ ചോദിച്ചു വാങ്ങിച്ചതിന്. പൈനാപ്പിൾ കിച്ചടി ഞാൻ ചോദിച്ചു വാങ്ങിച്ച് കഴിക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. നമ്മൾ മുഴുവൻ കഴിച്ച് ഫിനിഷ് ചെയ്തിട്ട്, കാരണം കുറേ നാൾക്ക് ശേഷമാണ് ഇതേപോലെ വയറ് നിറച്ച് നമുക്ക് ഊണ് കഴിക്കാൻ പറ്റുന്നത് കേട്ടോ. അപ്പം ഡാഡി പറഞ്ഞു, വീട്ടിൽ പോയാൽ ഇങ്ങനെ കഴിക്കാൻ പറ്റുമെന്ന്. വീട്ടിൽ പോയാൽ ഇത്രയും കറികളൊക്കെ പിള്ളേരും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടിട്ട് നമുക്ക് ഇപ്പം അങ്ങനെ തട്ടിക്കൂട്ടിയൊക്കെയാണ് നമ്മൾ പോകുന്നത്. എന്നാലും വെക്കും കേട്ടോ, മീൻകറിയും കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ നമ്മളിങ്ങനെ സദ്യ കുറേ നാളായി. പക്ഷെ ഡാഡി അവിടെ ഇരുന്ന് ഇടയ്ക്കിരുന്ന് ആ ചെക്കൻ, പാവം പിടിച്ചൊരു ചെക്കനായിരുന്നേ, അവൻ വന്നിരുന്നപ്പോൾ അവനോട് ചിക്കൻ കറിയൊക്കെ ചോദിച്ച് തമാശയൊക്കെ പറയുന്നുണ്ടായിരുന്നു. അവൻ സാമ്പാർ വേണോ ചേട്ടാ, രസം വേണമെന്ന് വെച്ചപ്പോൾ ചിക്കൻ കറി ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നേ ഡാഡി. അപ്പോൾ ഡാഡിക്ക് മനസ്സ് നിറഞ്ഞില്ല. ഡാഡി പറയുന്നത് പൈസ കൊടുത്ത് വീട്ടിൽ കിട്ടുന്ന ചോറ് കടയിൽ പോയി വാങ്ങിച്ച് തിന്നണോ, നോൺ വെജും കാര്യങ്ങളൊക്കെയാണ്. ഡാഡിക്ക് ഇപ്പോൾ പ്രിഫറൻസ് നോൺ വെജിനോടാണ് കേട്ടോ. പക്ഷെ ഞാൻ എന്തായാലും, എനിക്കും പ്രിഫറൻസ് നോൺ വെജിനോടാണ്. പക്ഷെ ഇന്ന് എന്തായാലും ഒരു വെജ് കഴിക്കാമെന്ന് ഓർത്ത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ എന്തായാലും മനസ്സും നിറഞ്ഞു, ഞങ്ങളുടെ വയറ് നിറഞ്ഞു. ഈ വയറും മനസ്സുമൊക്കെ നിറഞ്ഞ് ഞങ്ങൾ വഴിയരികിൽ പോസ്റ്റ് ചെയ്ത് നിൽക്കാൻ പോകുന്നതാണ് നിങ്ങൾ കാണുന്നത്. തുടർന്ന് വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും. അപ്പം ഞാൻ ആലോചിച്ച് എന്തൊക്കെയോ വീഡിയോ എടുക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ മറന്നുപോയി. എന്തൊക്കെയോ ആലോചിച്ച് ഞങ്ങൾ കുറേ കഥയൊക്കെ പറഞ്ഞ് ഒക്കെയാണ് കേട്ടോ അവിടെ നിൽക്കുന്നത്. പക്ഷേ എനിക്ക് മോര് കുടിക്കാൻ വിട്ടുപോയി കേട്ടോ. സത്യം പറഞ്ഞാൽ എൻ്റെ വയറ് ശരിക്കും അങ്ങ് നിറഞ്ഞു എന്ന് വേണം പറയാൻ. അത് കാരണം എനിക്ക് പൈനാപ്പിൾ കിച്ചടി കുറേ നാൾക്ക് ശേഷം അങ്ങനെ കഴിഞ്ഞപ്പം എന്തെന്നില്ലാത്തൊരു ടേസ്റ്റായിരുന്നേ. അപ്പോൾ അതൊക്കെ അങ്ങനെ മുഴുവൻ ഞാൻ അങ്ങനെ ഇലയിലേക്ക് കംപ്ലീറ്റ് ചെയ്ത് ആദ്യമായിട്ടാണ് കേട്ടോ ഇപ്പം ഇങ്ങനെ അത്രയും കഴിക്കുന്നത്. കാരണം നല്ല വിശപ്പുണ്ടായിരുന്നു. രാവിലത്തെ ഭക്ഷണം ഞങ്ങൾ എപ്പോഴും ഹോസ്പിറ്റലോ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ഇറങ്ങാനുണ്ടെങ്കിൽ മാക്സിമം സ്കിപ്പ് ചെയ്യും. അപ്പോൾ ഉച്ചയ്ക്കത്തെ ആകുമ്പോൾ നമുക്ക് നല്ല സ്റ്റാവിങ് ആയി, നല്ല വിശപ്പായിരിക്കും. അപ്പോൾ ഞങ്ങൾ എന്തായാലും, ഞാൻ അവിടെ നിന്ന് അച്ചറൊക്കെ തൊട്ടി നോക്കുന്നുണ്ട്. സൂപ്പറാണ് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഡാഡി അടുത്ത്. അപ്പോൾ ഡാഡി ഞാനും നല്ല കുറേ അഭിപ്രായങ്ങളും വർത്തമാനങ്ങളും കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു നിന്നാണ് ഞങ്ങൾ ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തൊക്കെയോ ഞങ്ങൾ പറയുന്നുണ്ടായിരുന്നു.
എന്താണെന്ന് നമുക്ക് പിന്നീട് വീഡിയോ കാണുമ്പോഴേ മനസ്സിലാവുള്ളൂ. അങ്ങനെ ഞങ്ങളിത് കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ഇല എനിക്ക് അങ്ങോട്ടല്ലടി ഇങ്ങോട്ടെന്നൊക്കെ പറഞ്ഞ് ഡാഡി അവസാനം അടയ്ക്കും. ഞാൻ ഇങ്ങനെ അടയ്ക്കുമ്പോൾ ഡാഡി പറയും അങ്ങനെയല്ല ഇങ്ങനെയാണ് തിരിച്ചടയ്ക്കുന്നതെന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ പറയും കേട്ടോ ഡാഡി. അങ്ങനെ ചെയ്ത് മുഴുവൻ ഇലയില കിച്ചടി ഇച്ചിരി ഓവറായിട്ട് കഴിച്ച് എനിക്ക് മതിയായിപ്പോയി. അപ്പോൾ അത് മാത്രം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇന്നത്തെ സദ്യ പൊളിച്ചു എന്ന് വേണം പറയാൻ. അപ്പോൾ ഈ അവസാനം ആ പായസം, അയ്യോ നല്ല ടേസ്റ്റായിരുന്നു. നെയ്യായിരുന്നു, നെയ്യിൻ്റെ ആ ഒരു മണം എൻ്റെ മൂക്കിൽ നിന്ന് ഇപ്പോഴും പോയിട്ടില്ല. അമ്മാതിരി ഒരു നെയ്യായിരുന്നേ. നിങ്ങളെ ഞാൻ കൊതിപ്പിക്കുന്നത് വേറൊന്നുമല്ല, ഈ പ്രാവശ്യത്തെ ഓണസദ്യ നമ്മളെല്ലാവരും ഇങ്ങനെ വായിൽ വെള്ളം ഊറി നമ്മളെല്ലാവരും ഈ ഉണ്ടാക്കുമ്പോൾ ഒരു എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പം ഈ ഓണമെന്ന് പറയുമ്പോൾ തന്നെ ഈ ഒരു സദ്യയുടെ ഓർമ്മയാണല്ലോ എല്ലാവർക്കും വരുന്നത്. അപ്പോൾ സദ്യ ഇഷ്ടമുള്ളവർ ആരും ഇല്ലാതിരിക്കില്ല. അപ്പോൾ അങ്ങനെയുള്ള ഞങ്ങളെപ്പോലെ സദ്യ ലവേഴ്സ് ഉണ്ടോയെന്നാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഞാൻ അവിടെ ഒരു കുഞ്ഞു കോപ്പയിലിരുന്ന് മണുവെന്നും പറഞ്ഞ് നമ്മുടെ പായസം കുടിക്കുന്നതാണ് കേട്ടോ. പായസം ഒരു രക്ഷയില്ല, അത്യാവശ്യം നല്ല രീതിയിൽ ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ 120യുടെ കറികളും കാര്യങ്ങളൊക്കെ ഉണ്ടായില്ല കേട്ടോ. ഈ 70 ഇരുന്നതിന് വ്യത്യാസം വരുന്നത് ഒരു വാഴയിലയും പിന്നെ ഈ ഒരു കുഞ്ഞു കിണിയിലെ പായസവും പിന്നെ പച്ചടിയായിരുന്നു കേട്ടോ. നമ്മുടെ പൈനാപ്പിൾ പച്ചടിയോ കിച്ചടിയോ അങ്ങനെ എന്തോ ആയിരുന്നേ. അപ്പം ഇതിലെന്തെങ്കിലുമൊക്കെ കുറേ കാര്യങ്ങളും ആഡ് ചെയ്യാമായിരുന്നു എന്ന് തോന്നി. സദ്യ എന്ന് പറയുമ്പോൾ നമുക്ക് ഇഷ്ടംപോലെ കറികൾ, തൊടുകറികൾ ഇഷ്ടംപോലെ വേണമല്ലോ. പക്ഷേ ഒന്നും പറയാതിരിക്കാൻ വയ്യ, ഞങ്ങൾ അതെല്ലാം കംപ്ലീറ്റ് ചെയ്ത് ഞങ്ങളുടെ വയറ് ബും പറഞ്ഞായി കേട്ടോ. കാരണം അമ്മാതിരി കഴിപ്പും കഴിച്ച് ഞങ്ങൾ അങ്ങനെ പായസം കുടിച്ച് പാത്രം ഞാൻ നക്കി വെടിക്കുന്നുണ്ട്. അവസാനം ഞാൻ നോക്കുമ്പോൾ ഇപ്പോൾ വീഡിയോ കാണുമ്പോഴാണ് കേട്ടോ കാണുന്നത്, വിരലിട്ട് വരെ ഞാൻ കുടിച്ചിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങുന്നത്. അപ്പോൾ എനിക്ക് പായസം ഒട്ടും മതിയായില്ലായിരുന്നേ. ഇനിയിപ്പോൾ നമ്മുടെ വീട്ടിൽ ഓണം വരികയാണല്ലോ. അപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിലല്ല കേട്ടോ, കേരളീയർക്കും എല്ലാവർക്കും ഓണം വരികയാണല്ലോ. അപ്പോൾ പായസം വെച്ച് കുടിക്കാനൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ നൈസിന് ഇതേ പുറത്തോട്ടിറങ്ങി. അപ്പോൾ ഞങ്ങൾ കയറിയ സമയത്ത് നല്ല തിരക്കായിരുന്നേ കടയിൽ. ഉച്ച സമയം നല്ല തിരക്കായിരുന്നു. ഞങ്ങൾ ഇറങ്ങിയ നേരമായപ്പോൾ ഓൾമോസ്റ്റ് സ്പെഷ്യൽ ഊണും കാര്യങ്ങളൊക്കെ കഴിഞ്ഞായിരുന്നു. ഈ ഒരു 1 മണി 1:30 സമയമൊക്കെ ആകുമ്പോൾ തന്നെ എല്ലാം കഴിഞ്ഞു കേട്ടോ ഓൾമോസ്റ്റ്. അങ്ങനെ ഞാൻ തിരിച്ച് ഞങ്ങൾ ഇറങ്ങിയപ്പോഴേക്കും നല്ല പൊരിഞ്ഞ മഴ കേട്ടോ, ഒരു രക്ഷയില്ലാത്ത മഴ. ഞങ്ങൾ വേഗം ഇവിടുന്ന് തിരിച്ച് നടന്ന് ഇത്തിരി ഇങ്ങോട്ട് നീങ്ങിയില്ല, നടന്നല്ല കേട്ടോ, ഡ്രൈവിൽ ഇങ്ങനെ നീങ്ങിയില്ല. നല്ല കുമ്മം മഴയായിരുന്നു. ഞങ്ങൾ ഓടി ഒരു സൈഡിലേക്ക് കയറി കേട്ടോ. നമ്മുടെ വണ്ടിയാണെങ്കിൽ സൈഡിലിരിക്കുന്നത്, ഇമ്മാതിരി മഴയായിരുന്നേ. ആ ഓടി കയറിയ സീനൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല, ചിരിച്ചു കേട്ടോ. കാരണം പിള്ളേരില്ലാതെ ഞങ്ങൾ എവിടെയായിരിക്കും നിങ്ങൾ ഈ പോന്നേക്കുന്ന, രണ്ടും കൂടി സദ്യ കഴിക്കാൻ ഇറങ്ങിയേക്കുക. ഇതൊക്കെ കാണുമ്പോൾ എന്തായാലും നമ്മുടെ ചേട്ടായിയുടെ നിന്ന് ഇടി ഉറപ്പാണ്. അപ്പം ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് എന്നെ കാണിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ അവന്മാരെ ഹോസ്പിറ്റലിൽ വെറുതെ കൊണ്ടുവന്ന് പിന്നെയും അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ഇമ്മ്യൂണിറ്റി പവർ കുറവായതുകൊണ്ട് വേഗം വരുവേ. അപ്പം ഞാനും ഡാഡിയും കൂടി ഈ ഹോസ്പിറ്റലിലേക്ക് ഇറങ്ങിയേക്കുന്ന വീഡിയോ എടുത്ത് വെച്ചിട്ട് വോയിസ് ഓവർ ചെയ്യുമ്പോൾ നമ്മുടെ ഡാവിക്കുട്ടൻ നമ്മുടെ കയ്യിലുണ്ടാവും മിക്കപ്പോഴും. അപ്പം നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ക്ഷമിച്ചേക്കണേ. ആ വാവ ഇടയ്ക്കിടയ്ക്ക് കരയുമ്പോഴാണ് കേട്ടോ എനിക്ക് ഇടയ്ക്ക് വോയിസ് ഓവറിൽ അവൻ്റെ സൗണ്ടും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടി കുറേ നാൾക്ക് ശേഷം ഒരുമിച്ച് ഇങ്ങനെ കിട്ടിക്കഴിയുമ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടേതായ സ്പേസും കാര്യങ്ങളൊക്കെയാണ്. കുഞ്ഞുങ്ങളുണ്ടാകുമ്പോൾ അവരുടെ കാര്യങ്ങളും അങ്ങനെ ഇങ്ങനെയൊക്കെ പോകും. ഞങ്ങൾക്ക് ഒട്ടും ആസ്വദിക്കാൻ അങ്ങനെയല്ല, അവന്മാരുമായിട്ടുള്ളത് നമുക്ക് ആസ്വദിക്കാം. പക്ഷെ നമ്മൾ തമ്മിലുള്ള ഒരു റൊമാൻസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഒറ്റയ്ക്ക് പോകുമ്പോഴാണ് കിട്ടുന്നത്. ഈ മഴയത്ത് ഒരു സോങ് കൂടി ഉണ്ടായിരുന്നെങ്കിൽ സൂപ്പറായിരുന്നു എന്ന് എനിക്ക് തോന്നിപ്പോകും കേട്ടോ. കാരണം പക്ഷെ നനഞ്ഞ് കുളിക്കും. ഇനി നാളെ വീട്ടിൽ ചെല്ലുമ്പോൾ പനി ആയില്ലെങ്കിൽ കൊള്ളാം എന്നുള്ള രീതിയിലാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് ഞങ്ങൾ. അപ്പോൾ നമ്മളിത് ഹോസ്പിറ്റലിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ട് പിന്നെ കാണിക്കുന്നത് ബാങ്കിലാണേ. പിന്നെ നമുക്ക് തിരക്കും കാര്യങ്ങളൊക്കെ ആയത് വണ്ടിയിലെ ഡ്രൈവും കാര്യങ്ങളൊക്കെ ആയിരിക്കും, നിങ്ങൾക്ക് ബോറടിക്കുമെന്ന് ഓർത്തു. അതിൽ നമ്മുടെ കുട്ടന്മാരെ അമ്മമ്മയുടെ ഏൽപ്പിച്ചിട്ടാണ് പോയത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ചെല്ലേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത് കാരണം ഞങ്ങൾ ATM വന്ന കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ കുട്ടന്മാരുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഓടിപ്പോയി സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഹോപ്പ് യു ഗായ്സ് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെന്നാണെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണാൻ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ. താങ്ക് യു.